Mark your attendance. Mark your attendance. All of you mark your attendance. Okay, good. Okay. Shall we start? Case? Yes. Okay, then. Okay. Then ഞാൻ മിസ് ഒരു നോട്ട് സെൻഡ് ചെയ്ത് തന്നിരുന്നു. അത് എത്ര പേര് നോട്ടിലേക്ക് എഴുതി? ഓക്കെ, 1 ഷാൻ എഴുതി. ദെൻ അലൻ. ഓക്കെ, ടോഷൻ എഴുതിയോ? ഞാനൊരു നോട്ട് സെൻഡ് ചെയ്ത് തന്നിരുന്നു, അത് നോട്ടിലോട്ട് എഴുതിയവർ. ഓക്കെ, ജോയൽ ഗുഡ്. ആ ജോയൽ ചെയ്യുന്ന എനിക്കറിയാടാ. ഓക്കെ, ആൻജോ. ഓക്കെ, റിലു. ഐ കാൺ സീ യുവർ ഫേസ്. ഓക്കെ, ബെനീറ്റ. ബെനീറ്റ അൺമ്യൂട്ട്. അത് എഴുതിയിരുന്നോ നോട്ടിലോട്ട്? ഇതാണ് ഫാത്തിമ. ഷഹുമാക്കെ എന്തിനാ ഈ ഫ്ലവേഴ്സ് ഒക്കെ അടിച്ചോണ്ടിരിക്കുന്നേ? ഷഹുമാക്കെ ഡിലീറ്റ് ചെയ്യല്ലാം. എന്നിട്ടോ സിമ്പിൾ പ്രസൻറ്റ് മാർക്ക് ചെയ്യുക. ഒരൊറ്റ ഒരാൾ ചാറ്റ് ബോക്സിൽ ഇങ്ങനത്തെ പണിയൊന്നും കാണിക്കണ്ട. നിങ്ങളുടെ പേര് മാത്രം മതി. ഓക്കെ, then you can take that note. You can take that note. Page number 105. Page number 105. Okay, chapter 2 ന്റെ remaining portion of chapter 2. Okay, remaining portion of chapter 2, page number 105. Clear? Okay, then first question. I think you have right question also. Clear? Then first question. A storehouse has 202 kg 750 gram of potatoes, 151 kg 200 gram of onion, and 53 kg 800 gram of peas. Find the total weight of the vegetable in the storehouse. Okay, so okay, can you see this board? Can you see this case? Yes. Okay, good. Then first one is endane? Our first question is storehouse has 202 kg 750 gram of potato. Clear? So what is the first step? Yes. Can we write into the notebook? ഇന്നലെ തന്നെ ഞാൻ എഴുതി തന്നിരുന്നല്ലോ, പിന്നെ എന്തിനാ ഇന്ന് നോട്ടിലേക്ക് എഴുതാൻ നിൽക്കുന്നത്? ഇന്ന് നോട്ടിലോട്ട് എഴുതിക്കൊണ്ട് നമ്മുടെ പോർഷൻ തീരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ തന്നെ നിങ്ങൾക്കത് സെൻഡ് ചെയ്ത് തന്നത്. നിങ്ങൾക്കിനി എഴുതാൻ സമയമൊന്നുമില്ല. പറഞ്ഞാൽ മനസ്സിലായല്ലോ? മിസ് ആ ചെയ്ത നോട്ടിൽ എഴുതിയ കാര്യം ഒന്നുകൂടെ ഡീറ്റെയിലായി നിങ്ങൾക്ക് പറഞ്ഞു തരുക ചെയ്യുന്നത്. ഇന്നലെ ഞാൻ നോട്ടിട്ട് തന്നിരുന്നു, നിങ്ങളോട് അത് നോട്ട് ബുക്കിലേക്ക് എഴുതി തയ്യാറായി ഇന്ന് വരാനും പറഞ്ഞിരുന്നു. ഓക്കെ, അല്ലാതെ ഇതിപ്പോൾ എഴുതാൻ പോയാൽ നമ്മുടെ ക്ലാസ് എവിടെയും ചെന്ന് നിൽക്കില്ല. സോ എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റനിലെ എ സ്റ്റോർ ഹൗസ് ഹാസ് 202 kg and 750 gram of potatoes, 151 kg 200 gram of onion. Page number 105. And 53 kg 850 gram of peas. Find the total weight of the vegetable in the storehouse. Okay, so what's the first step? What's the first step? Weight of Potatoes. Weight of potatoes അല്ലേ? Weight of potatoes is equal to Page number. എത്ര പ്രാവശ്യം പറഞ്ഞു മക്കളെ? 105. എവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നേ? weight of potato is equal to എത്രയാണ്? 202 kg then 750 gram. 750 gram. Okay, 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 gram. Second one, weight of what?
വെയിറ്റ് ഓഫ് ഓണിയൻ അല്ലേ? വെയിറ്റ് ഓഫ് ഓണിയൻ, ഓണിയനെ ഷോർട്ട് ഫോമേ ഇടുന്നുള്ളൂ. വെയിറ്റ് ഓഫ് പൊട്ടറ്റോ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട് ബുക്ക് നോക്കാം. ഓക്കെ, വെയിറ്റ് ഓഫ് ഓണിയൻ ഈസ് ഈക്വൽ ടു how much? Weight of onion is equal to 151 kg 150 and 200 gram അല്ലേ? അൺമ്യൂട്ട്, അതാരാണ് ഒച്ച എടുക്കുന്നത്? അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ, ഓക്കെ, അത് നെറ്റ് പ്രോബ്ലം ആയിരിക്കും. നെക്സ്റ്റ് വെയിറ്റ് ഓഫ് എന്ത്? പീസ് അല്ലേ? വെയിറ്റ് ഓഫ് പീസ്, വെയിറ്റ് ഓഫ് പീസ് ഈസ് ഈക്വൽ ടു, യു ക്യാൻ ചെക്ക് യുവർ നോട്ട്. ഓക്കെ, ഈസ് ഈക്വൽ ടു എത്രയാണ്? 53 kg. 53 kg, how many grams? 850 gram. 0 gram അല്ലേ? സോ therefore total weight is equal to, total weight is equal to we have to add all this. You have to write all in keeping place value properly. Okay, you have to write all the weights keeping place value properly. You have to add all this. 4th standard കുട്ടികളെ ഇനി മിസ് അഡീഷൻ പഠിപ്പിക്കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ മെയിൻ പ്രത്യേക 53 kg, കിലോഗ്രാമിനകത്ത് ബാക്കി രണ്ടെണ്ണത്തിൽ 3 ഡിജിറ്റ് ഉണ്ട്, 3 പ്ലേസ് വരുന്നുണ്ട്. 1s, 10s, 100 ഉണ്ട്. പക്ഷെ ലാസ്റ്റത്തിനകത്ത് 10സും 1സും 10സും മാത്രമേ ഉള്ളൂ. 100ൻ്റെ പ്ലേസിൽ ആളില്ല. സോ അതുകൊണ്ട് 100ൻ്റെ പ്ലേസിൽ നിങ്ങൾ ഒരു 0 വേണേൽ കൊടുത്തെഴുതിക്കോ. അതായത് 202 750 പ്ലസ് 151 200 ഗ്രാം ഉണ്ട്, അപ്പോൾ ഒരു 0 ഉണ്ട്. പ്ലസ് ദെൻ 053 kg. എന്തുകൊണ്ടാണ്? ബാക്കി എല്ലായിടത്തും കിലോയുടെ സ്ഥാനത്ത് 3 ഡിജിറ്റ് ഉണ്ട്, ഇവിടെ 2 ഡിജിറ്റേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തെറ്റാൻ പാടില്ല. അതുകൊണ്ട് ഇതിൻ്റെ മുമ്പിൽ ഒരു 0 കൊടുത്തിട്ട് 053 kg എന്ന് എഴുതിയിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ ആൻസർ? ആഡ് ചെയ്യുമ്പോൾ എന്താണ് ആൻസർ? ആൻസർ ഈസ് 40 equal to, answer is 407 kg, 407 kg 800 gram, 800 gram. This is the correct answer. Okay, this is the correct answer. You have to add 202 750 plus 151 200 plus 053 850 gram. So answer is 407 kg and 800 gram. ഓക്കെ, ഇന്നലെ മിസ് തന്ന് വൃത്തിക്ക് എഴുതിയുള്ള കുട്ടികൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഇല്ലാത്തവർ ഇന്ന് നോട്ട് ഇന്നലെ തന്ന നോട്ട് ഗ്രൂപ്പിൽ കയറി നമ്മുടെ 4th സ്റ്റാൻഡേർഡ് ഗ്രൂപ്പിലുണ്ട്, അത് നോക്കി എഴുതുക. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. Okay, second one is number 2. Answer is എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എ മിൽക്ക് ബൂത്ത് ഹാസ് 252 ലിറ്റർ 75 milliliter ഓഫ് കൗ മിൽക്ക് ആൻഡ് 277 ലിറ്റർ 270 milligram ഓഫ് ബഫലോ മിൽക്ക്. ഫൈൻഡ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക്. ഓക്കെ, ദെൻ ഒരു മിൽക്ക് ബൂത്ത് ഉണ്ട്, അവിടെ പശുവിൻ്റെ പാല് 252 ലിറ്ററും 75 milliliterമാണ്, 75 milliliter ആണ്. ആൻഡ് ബഫലോ മിൽക്ക് എന്ന് പറയുന്നത് 277ഉം 270 milliliterമാണ്. സോ വി വാണ്ട് ടു ഫൈൻഡ് ദ ടോട്ടൽ. ടോട്ടൽ എന്ന് പറയുമ്പോൾ വിച്ച് ഇസ് ദ പ്രോസസ്? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇതിലേതാണ് ടോട്ടൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്? ടോട്ടൽ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് അഡീഷൻ. അഡീഷനാണ്. ടോട്ടൽ എന്ന് പറയുമ്പോൾ അത് അഡീഷനാണ്. ക്ലിയർ?
ടോട്ടൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ഒക്കെ തമ്മിൽ ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് കൗ മിൽക്ക്. ഫസ്റ്റ് വൺ ഈസ് എന്താണ്? ഫസ്റ്റ് വൺ ഈസ് quantity of cow milk അല്ലേ? ആ കൗ quantity of cow milk is equal to എത്രയാണ്? quantity of cow milk to 252 liter. 252 liter 75 liter and 75 milliliter അല്ലേ? Yes. milliliter. Okay. Then next എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് ബഫലോ മിൽക്ക്, എരുമയുടെ പാല്. ഇതുപോലെ തന്നെ എഴുതുക, ക്വാണ്ടിറ്റി ഓഫ് ബഫലോ മിൽക്ക് അല്ലേ? ക്വാണ്ടിറ്റി ഓഫ് ബഫലോ മിൽക്ക് ഈസ് ഈക്വൽ ടു 277. ക്വാണ്ടിറ്റി ഓഫ് ബഫലോ മിൽക്ക് അല്ലേ? ബഫലോ ക്വാണ്ടിറ്റി ഓഫ് ബഫലോ മിൽക്ക് ഈസ് ഈക്വൽ ടു എത്രയാണ്? 277 liter. Okay, good. 77 liter. 77 liter. 270 milliliter അല്ലേ? 270 milliliter. Is 277 milliliter അല്ലേ? സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് വി വാണ്ട് ടു ഫൈൻഡ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി അല്ലേ? ദെൻ ടോട്ടൽ വരുമ്പോൾ എന്താ വരുന്നത്? ടോട്ടൽ എന്ന് വരുമ്പോൾ എന്താ വരുന്നത്? അഡീഷൻ അല്ലേ? സോ വി ഹാവ് ടു ആഡ് ദിസ്. വി ഹാവ് വൈറ്റ് ബോർഡിൽ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഹു ഈസ് ഡ്രോയിങ് ദാറ്റ്? ആരാ അത് ചെയ്യുന്നത്? മിസ് ഡിസേബിൾ ചെയ്യാൻ പോണോ? ചെറിയ ക്ലാസ്സിലെ കുട്ടികളൊന്നുമില്ല, 4ാം ക്ലാസ്സിലെ കുട്ടികളല്ലേ നിങ്ങൾ? milliliter. So next one is next page is a train covers. Okay. So therefore എന്താണ്? ടോട്ടൽ quantity of milk is equal to total quantity of milk is equal to എന്താണ്? we have to add we have to add we have to add 252 then 075 കാരണം അറിയാലോ അല്ല 0 വേണ്ടെന്ന് തോന്നുന്നു. നെക്സ്റ്റ് 277 enter 277 then 270 അല്ലേ? enter is equal to then നമ്മൾ ആഡ് ചെയ്യണം അല്ലേ? 5 plus 0 5 then 7 plus 7 14 അല്ലേ? 14 then remaining 1
1 പ്ലസ് ഇവിടെ 1 ഉണ്ട്, 1 പ്ലസ് 2 3, ദെൻ 2 പ്ലസ് 7 9, then 5 plus 7 12, remaining 1, 5 4 plus 4 plus 1. So answer is 529. 529 and 345. Okay, then we have to write it here. Answer is 529 kg ലിറ്റർ സ്പേസ് ആൻഡ് എത്രയാണ് 345 മില്ലി ലിറ്റർ. ക്ലിയർ? ഓക്കെ. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് കൗ മിൽക്ക്, quantity of buffalo milk, so therefore total quantity of milk that is equal to 229 liter 435 milliliter. Clear? Then third one, third question is, a train covers 75 kilometer 265 meter in the first hour and 78 kilometer 486 meter in the second hour. Find the total distance covered by train in these 2 hours. അതായത് ഒരു ട്രെയിന് ആദ്യത്തെ ഒന്നാമത്തെ മണിക്കൂറിൽ 75 കിലോമീറ്ററും 265 മീറ്ററും ദൂരം യാത്ര ചെയ്തു. പക്ഷേ രണ്ടാമത്തെ അവറിൽ എത്രയാണ്? 78 കിലോമീറ്ററും 486 കിലോമീറ്ററും ട്രാവൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ട്രാവൽ ചെയ്തതും സെക്കൻഡ് അവറിൽ ട്രാവൽ ചെയ്തതും കൂട്ടിയിട്ട് മൊത്തം എത്ര ട്രാവൽ ചെയ്തതെന്നാണ്. അതായത് എത്ര ദൂരമാണ് ട്രെയിൻ ട്രാവൽ ചെയ്തതെന്നറിയാൻ. അപ്പോൾ ടോട്ടൽ എന്നായതുകൊണ്ട് എന്താണ് പ്രോസസ്സ്? എന്താണ്? അഡീഷൻ ആണോ, സബ്സ്ട്രാക്ഷൻ ആണോ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആണോ? അഡീഷൻ ആണല്ലേ. സോ what is that? So we have it to add. Recording on alle makkale? Yes. Okay, so we have to add that one, 75 kilometer 265 meter plus 78 kilometer 486 meter. Okay, so first step is distance traveled by the train in the first hour. എന്താണ് ഡിസ്റ്റൻസ്? Covered by the train. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ട്രെയിൻ In ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ട്രെയിൻ ഇൻ ദ ഫസ്റ്റ് അവർ അല്ലേ? ഇൻ ദ ഫസ്റ്റ് അവർ. ഹവർ അല്ല മോളെ, അവർ ആയാണ്. ഫസ്റ്റ് അവർ. അവർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 75 കിലോമീറ്റർ. 75 എവിടെ പോയി? 75 കിലോമീറ്റർ 265 മീറ്റർ അല്ലേ? മീറ്റർ. നെക്സ്റ്റ് ഈസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ദ സെക്കൻഡ് അവർ അല്ലേ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ദ സെക്കൻഡ് അല്ലേ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ സെക്കൻഡ് അവർ അല്ലേ? സെക്കൻഡ് അവർ ഈസ് ഈക്വൽ ടു എത്രയാണ്? ഈസ് ഈക്വൽ ടു 78 km. അവിടെ പോയി 486 meter.
Okay, 78 kilometer and 480 86 അല്ലേ? So we have to add this. When we add these two numbers, we will get answer 153. 153 751 അല്ലേ? So is equal to, when we add these two we get answer is equal to 153 kilometer and 751 അല്ലേ? അതൊക്കെ 751 meter. Clear? ഓക്കെ. അപ്പം ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ട്രെയിൻ ഇൻ ദ ഫസ്റ്റ് അവർ, ആ മീറ്ററിൽ നമ്മൾ 75 കിലോമീറ്റർ എഴുതി ആൻഡ് 265 എഴുതി. അതുപോലെ തന്നെ നെക്സ്റ്റ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ട്രെയിൻ ഇൻ ദ സെക്കൻഡ് അവർ എഴുതി. ദെൻ വി ഹാവ് ടു ആഡ് ദീസ് 2 digits and the answer is, or the distance traveled by the train in first and second hour is equal to എന്താണ്? 153 കിലോമീറ്റർ 753 മീറ്റർ. ക്ലിയർ? മനസ്സിലായില്ലേ? ഇത് നോട്ട് എഴുതിയവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, നോട്ട് എഴുതാത്തവർക്ക് മനസ്സിലാവില്ല. ഓക്കെ. നെക്സ്റ്റ് 3. ഈ സൂമിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് പിന്നെ ഇതിൻ്റെ വാട്സപ്പ് എന്താ പറയുക യൂട്യൂബ് ക്ലാസ് നോക്കി കഴിയുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ആയിരിക്കില്ല കേട്ടോ. അത്രയും ചെയ്യാൻ മിസ്സിന് സമയമില്ല. അതുകൊണ്ടാണ് മിസ്സ് നോട്ട് നിങ്ങൾക്ക് നേരത്തെ സെൻഡ് ചെയ്ത് തന്നത്, ഷോർട്ട് ഫോമിലൊക്കെ എഴുതുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ. എ കണ്ടെയ്നർ ക്യാൻ ഹോൾഡ് 224 ലിറ്റർ ആൻഡ് 55 milliliter of oil. 215 liter 129 milliliter of oil was taken out. Find the remaining quantity അല്ലേ in the container. So എന്താണ്? ഒരു പാത്രമുണ്ട്. ആ പാത്രത്തിൽ 424 ലിറ്ററും 55 ml ഓയിലുണ്ട്. ഒരു എണ്ണയുടെ ഡബ്ബ. അതിനകത്ത് എത്ര മാത്രം എണ്ണയുണ്ട്? 224 ലിറ്ററും 500 milliliter ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ എത്ര എടുത്തു? 215 ലിറ്റർ 129 ലിറ്റർ എടുത്തു. ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ റിമൈനിങ് ക്വാണ്ടിറ്റി. ഓക്കെ, ലിസൺ ഹിയർ. റിമൈനിങ് ക്വാണ്ടിറ്റി ഓർ ലെഫ്റ്റ്. അപ്പോൾ ഏതാണ് പ്രോസസ്സ്? ടോട്ടൽ പറഞ്ഞപ്പോൾ അഡീഷൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബാക്കി എന്ന് പറയുമ്പോൾ എന്തോ ഒന്നിൽ നിന്നും നമ്മൾ കുറച്ചെടുത്തു. ഇനി ബാക്കിയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ നിന്നും ഒരു കവിള് വെള്ളം കുടിച്ചാൽ ആ ഗ്ലാസ് നോക്കുമ്പം ആ ഒരു കവിള് വെള്ളത്തിൻ്റെ കുറവ് അവിടെ കാണില്ലേ? ഇപ്പോൾ ഒരു കുപ്പി വെള്ളം എടുത്തു, അതിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു കഴിഞ്ഞു. പിന്നീട് ആ ബോട്ടിൽ നോക്കുമ്പോൾ അതിൻ്റെ കുറവുണ്ടാകുമല്ലോ അല്ലേ? റിമൈനിങ് വാട്ടർ അല്ലേ അവിടെ ഉണ്ടാവുള്ളൂ. സോ ആ മൊത്തമുള്ള ഇതിൽ നിന്നും കുറച്ച് നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ ബാക്കി കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആ ഫുൾ ഗ്ലാസ് ഒരു ബോട്ടിൽ വെള്ളത്തിൽ നിന്നും അല്ലേ ഒരു ഗ്ലാസ് വെള്ളമല്ലേ എടുത്തതിനെ കുറച്ചു അല്ലേ? എന്നിട്ടല്ലേ ബോട്ടിൽ വെള്ളം കുറവ് കണ്ടത്. സോ അപ്പോൾ റിമൈനിങ്, ലെഫ്റ്റ് ഔട്ട് ഇങ്ങനെയൊക്കെ വന്നാൽ പ്രോസസ്സ് സബ്സ്ട്രാക്ഷൻ ആണ്. സോ ഹിയർ വി വാണ്ട് ടു ഡു സബ്സ്ട്രാക്ഷൻ. ക്ലിയർ? സോ ദെൻ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ ഇൻ ദ കണ്ടെയ്നർ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ ഇൻ ദ കണ്ടെയ്നർ ഈസ് ഈക്വൽ ടു 424 ലിറ്റർ. നിങ്ങൾ പറയണ്ട, മ്യൂട്ട് ചെയ്തിട്ടില്ല മിസ് കേട്ടോ. ആൻഡ് 55 ml. ആൻഡ് എത്ര നമ്മൾ കുടിച്ചത്? ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ ടേക്കൺ ഔട്ട്. അവിടെ മിൽക്ക് മിസ് മിൽക്ക് എന്നാണ് എഴുതിപ്പോയത്, മിൽക്ക് അല്ല കേട്ടോ, അവിടെ ഓയിലാണ് വേണ്ടത്. ബൈ മിസ്റ്റേക്ക് എഴുതിപ്പോയതാണ്. ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ ടേക്കൺ ഔട്ട് 200. ഓക്കെ, 200. So we have to subtract 424 055 minus 200
5129. So answer is 208 liter 926 ml. Answer is എന്താണ്? ആൻസർ എന്താണ്? അതിൻ്റെ 208 liter, then 926 milliliter. ഓക്കെ, മനസ്സിലായല്ലോ? അതായത് ഒരു വാട്ട് ഇസ് ദാറ്റ്? ഓക്കെ, അതായത് ഒരു പാത്രത്തിനകത്ത് ഓയിൽ ഉണ്ടായിരുന്നു. ആ ഓയിലിൽ നമ്മൾ കുറച്ചെടുത്തു. എടുത്തതിൻ്റെ ബാക്കി എത്രമാത്രം കണ്ടെയ്നർ ഉണ്ട് അതിന് നമ്മൾ സബ്സ്ട്രാക്ഷൻ ചെയ്തു. വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ സബ്സ്ട്രാക്ഷൻ ചെയ്തു. അടുത്തത് 5th വൺ. അനിത ബോട്ട് 105 meter 36 meter ഓഫ് റോപ്പ്. ഷീ യൂസ്ഡ് 53 meter 400 meter. ഫൈൻഡ് ദ റിമൈനിങ് ലെങ്ത്. സോ വി ഹിയർ ഓൾസോ റിമൈനിങ് അല്ലേ? റിമൈനിങ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? We have to subtract. So first step is എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ലെങ്ത് ഓഫ് റോപ്പ് അനിത ബോട്ട്. ലെങ്ത് ഓഫ് റോപ്പ് അനിത ബോട്ട് അല്ലേ? ദാറ്റ് ഈസ് 105 meter 36 centimeter. ആൻഡ് ലെങ്ത് ഓഫ് rope Anida used is equal to 53 meter 440 centimeter. So remaining length of rope is equal to, we want to subtract 53 meter 40 centimeter from 105 meter 36 centimeter. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഓക്കെ, 105ന് താഴെ വൺസ് ടെൻസ് 100ൻ്റെ പ്ലേസ് ഉണ്ട്. പക്ഷേ സബ്സ്ട്രാക്ട് ചെയ്യുന്നതിനകത്ത് വൺസും ടെൻസും 100ൻ്റെ പ്ലേസ് ഇല്ല. അതുകൊണ്ട് പ്ലേസ് വാല്യൂ ശ്രദ്ധിച്ച് ചെയ്യണം. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ആൻസർ 51 meter 96 centimeter കിട്ടും. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ 6th വൺ. റീന വെയ്റ്റ് 5 kg 420 gram more than Manju. If Reena weighs 30 kg 280 gram, what is Manju's weight? That means റീന ആർക്കാണ് ഇവിടെ വെയിറ്റ് കൂടുതൽ? മോർ ദാൻ മഞ്ജു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. സോ റീന ഹാസ് വെയിറ്റ് അല്ലേ? മോർ ദാൻ മഞ്ജു എന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും റീനയ്ക്കായിരിക്കും വെയിറ്റ് കൂടുതൽ. സോ റീനാസ് വെയിറ്റ് എത്രയാണ്? 30 kg 284 gram. ഓക്കെ, സോ മഞ്ജൂസ് വെയിറ്റ് ഈസ് എന്താണ്? 284 മൈനസ് 5425. അതായത് we want to subtract 5 kg 425 gram from 30 kg 208 gram. When the result is 24 kg 859 gram. ഓക്കെ, മനസ്സിലായല്ലോ? ഡൗട്ടുണ്ടോ? എഴുതാത്ത പിള്ളേർക്ക് ഇതൊന്നും തിരിയത്തില്ല. മിസ്സ് പറഞ്ഞിട്ടുണ്ട് ആദ്യം ക്വസ്റ്റ്യൻ എഴുതണം, അതിന് ശേഷം ആൻസർ എഴുതണമെന്ന്. അതിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റഡി മാത്രമായിരിക്കും ക്ലാസ്സിൽ നിന്ന് മിസ്സ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും എനിക്ക് ഇന്ന് നോട്ട് സെൻഡ് ചെയ്ത് തരിക്കണം. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഈ എക്സസൈസ് ചെയ്തതിന് നോട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തന്നിരിക്കണം. ഓക്കെ, ദെൻ 7th question. Anil's house is 30 kilometers 750 meter from his school. On Monday, the school bus broke down after 3 kilometers 695 meter. How much more distance is left for the bus to cover? ഓക്കെ, സ്കൂൾ ബസ്സിന് പോവുമായിരുന്നു. മൊത്തം 13 kilometer 750 meters ഉണ്ട് വീടിന്. പക്ഷേ പോകുന്ന വഴിക്ക് ബസ് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. എത്ര കിലോമീറ്റർ എത്തിയപ്പോഴേ? 3 kilometer 695 meter എത്തിയപ്പോൾ ബസ് സ്റ്റോപ്പ് ആയിപ്പോയി. ഇനി ബാക്കി എത്ര ഉണ്ട്? അപ്പം നമുക്കറിയാം മൊത്തം സഞ്ചരിക്കേണ്ട ദൂരത്തിൽ കുറച്ച് ദൂരം ബസ് സഞ്ചരിച്ചല്ലേ. സോ ഹൗ ക്യാൻ വി ഫൈൻഡ് ദ ഡിസ്റ്റൻസ്? വി വാണ്ട് ടു സബ്സ്ട്രാക്ട് that. We have to subtract 13 kilometer 750 minus 3695. ഓക്കെ, അപ്പോൾ എഴുതുമ്പോൾ 13 ഗ്യാപ്പ് ഇട്ടിട്ട് 750 എഴുതുന്നുണ്ടല്ലോ, 750. ബിലോ ഇറ്റ് ഫസ്റ്റ് യു ഹാവ് ടു ഗീവ് 0, അതർവൈസ് യു വിൽ മേക്ക് മിസ്റ്റേക്ക്. 03 kilometer because tens place is empty there. So 03 kilometer 695 meter.
When we subtract, we get the answer 10 kilometer 55 meter. Okay? അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ നമ്മൾക്ക് സബ്സ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ നമുക്കത് കിട്ടുന്നത് 10 കിലോമീറ്റർ 55 മീറ്റർ. ഇനി മുതൽ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ഈ സബ്സ്ട്രാക്ഷൻ പ്രോസസ്സ് ചെയ്ത് തരത്തില്ല നിങ്ങൾക്ക്, അത് നിങ്ങൾ ചെയ്യണം. ഓക്കെ? മിസ് നോട്ട് തരും, ഓരോ ക്ലാസ്സിന് മുമ്പായിട്ട് നോട്ട് തരും. നോട്ട് തരുന്നതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒഴിവാക്കിയിടും. ഞാൻ മ്യൂട്ട് ചെയ്യണം എല്ലാവരെയും. ഓക്കെ? ഒഴിവാക്കിയിടും. എന്നിട്ട് നിങ്ങളത് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഓക്കെ? ക്ലിയർ? ഇത് നിങ്ങൾക്ക് കുറച്ച് സ്പീഡിലെടുക്കാൻ നമുക്ക് പോകാൻ പറ്റില്ല. അഡീഷൻ സബ്സ്ട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ സ്റ്റെപ്പ് എഴുതാനാണ് നിങ്ങൾക്ക് പ്രശ്നമുള്ളത്. അതുകൊണ്ടാണ് മിസ് സ്റ്റെപ്പ് എഴുതി നേരത്തെ പ്രോബ്ലം തന്നത്. 2-3 പ്രാവശ്യം ക്വസ്റ്റ്യൻ വായിക്കുക. അതിനുശേഷം ഓരോന്നും നിങ്ങൾ തന്നെ ചെയ്യുക. കേട്ടോ ബെനീറ്റ? ഓരോരുത്തരും തന്നെ ചെയ്യുക. എന്നിട്ട് ശരിയാണെന്ന് നോക്കണം. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ യു ക്യാൻ കോൾ മീ. ഓക്കെ? 6:45 മുതൽ 7:30 വരെ മിസ്സിനെ വിളിച്ചാൽ കിട്ടത്തില്ല. മിസ്സിൻ്റെ പ്രയർ ടൈമാണ്. അതിനിടയ്ക്ക് അല്ലാത്ത ഏത് സമയത്ത് നിങ്ങൾക്ക് വിളിക്കാം. പക്ഷേ അതിനു മുമ്പേ നിങ്ങൾ ക്വസ്റ്റ്യൻ 3 ടൈം വായിക്കണം. എന്നിട്ട് ആൻസർ തന്നെ ചെയ്യാൻ പരിശ്രമിച്ചതിൻ്റെ ഫോട്ടോ എനിക്ക് എടുത്ത് കാണിക്കണം. വാട്സപ്പിൽ സെൻഡ് ചെയ്താൽ മാത്രമേ ഞാൻ പറഞ്ഞു തരത്തുള്ളൂ. പറഞ്ഞു മനസ്സിലായല്ലോ? ഡൗട്ട് മിസ്സ് ക്ലിയർ ചെയ്തു തരും. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ പരിശ്രമിച്ചു എന്ന് മിസ്സിന് തെളിവ് വേണം. വെറുതെ മിസ്സെന്ന് വിളിച്ചിട്ട് കാര്യമില്ല. മിസ് ചെയ്താൽ മിസ്സേ പഠിക്കുള്ളൂ, നിങ്ങൾ ചെയ്താലേ നിങ്ങൾ പഠിക്കുള്ളൂ. ക്ലിയർ ആണല്ലോ? ഓൺലി 3 minutes ലെഫ്റ്റ് ഫോർ us. സോ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നതിന് മുമ്പേ, ഓക്കെ, നെക്സ്റ്റ് ഇനി ക്ലാസ് ടൈമിൽ മാസ് ക്ലാസ്സിൽ വരുന്നതിന് മുമ്പേ മണി, പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന ചാപ്റ്റർ ഫുൾ ഒരു 2 പ്രാവശ്യം വായിക്കണം. മിസ് എന്താ പറയുന്നത്, കണക്ക് വായിക്കാനാണോന്നോ? അല്ല, കണക്ക് വായിച്ചാലും നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. എന്നിട്ട് അതിൻ്റെ പ്രോബ്ലംസ് നിങ്ങൾ തന്നെ ചെയ്യാൻ നോക്കണം. റഫ് ബുക്കിൽ, ഫെയർ ബുക്കിലല്ല. ഓക്കെ? എന്തിലാണ് ചെയ്യേണ്ടത്? റഫ് ബുക്കിൽ ചെയ്യണം. ഓക്കെ? റഫ് ബുക്കിൽ ചെയ്തിട്ട് തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം, മിസ്സുണ്ട് ഇവിടെ തിരുത്തരാൻ. കേട്ടോ? അങ്ങനെ നിങ്ങൾ ഏകദേശം അത് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് മിസ് ക്ലാസ്സിൽ കയറാവുള്ളൂ. അന്നേരം മിസ്സ് പറയുന്ന കാര്യം വേഗം നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് വേഗം ക്ലാസ് മുമ്പോട്ട് പോകാനും പറ്റും. ഓക്കെ? കാരണം നമുക്ക് റിവിഷൻ വരണം, ക്ലാസ് ടെസ്റ്റ് വിടണം ഓരോന്നിൻ്റെയും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? സോ റിവിഷൻ വരുമ്പോൾ നിങ്ങൾ പഠിക്കാത്തത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാകും. പക്ഷേ റിവിഷൻ എന്ന് പറയുമ്പം ഓൾറെഡി നിങ്ങൾ പഠിച്ച് ഏതാണ്ടൊക്കെയോ നിങ്ങൾക്ക് തലയിലുണ്ടാവും. അതിനുശേഷം നമ്മൾ ക്ലാസ് എടുക്കും, നിങ്ങൾക്ക് എല്ലാം ശരിക്കും മനസ്സിലാവും. പിന്നെ ഒരു ക്ലാസ് ടെസ്റ്റും കൂടെ ആകുമ്പോൾ നമ്മുടെ കാര്യം ഓക്കെ ആവും. പക്ഷെ നമ്മുടെ നിത കൈ കൊണ്ടെന്തായി കാണിക്കുന്നേ? നിത, വാട്ട് ആർ ഡൂയിങ് ദർ? ഓക്കെ? സോ മിസ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? നമുക്കിനി 1 മിനിറ്റ് കൂടെ ലെഫ്റ്റ് ഉള്ളൂ. ഇന്ന് തന്നെ എല്ലാവരും ഈ വർക്ക് ചെയ്തിട്ട് മിസ്സിന് അയച്ചു തരണം. ഇനി എത്ര പേരുണ്ട് ഇന്ന് ആബ്സെൻ്റ്? ഓൺലി 21. ഓക്കെ? കയറിയവരെല്ലാം അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ? Attendance, okay, good. Then tata, see you in the next class. Okay? Rilu, okay, Rilu. Okay. Thank you, miss. Okay, Rilu, where is your uniform? അതുപോലെ യൂണിഫോമിൽ അല്ലാത്തവരെല്ലാവരും കമ്പൽസറി ആയിട്ട് യൂണിഫോമിൽ മാത്രമേ വരാവുള്ളൂ കേട്ടോ.